Good morning to all. So, നമ്മൾ ലാസ്റ്റ് ഫോർത്ത് ചാപ്റ്ററിലാണ് നിർത്തിയത്. സോ ഫോർത്ത് ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ 2 സെക്ഷൻസ് കഴിഞ്ഞ് ഫോർത്ത് ചാപ്റ്ററിൽ. Then we pass on the next section. നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? വെബ് സെർവർ ടെക്നോളജീസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. വെബ് സെർവർ ടെക്നോളജീസിൽ വെബ് സെർവർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. Then what are the different types of software ports numbers ഏതൊക്കെയാണെന്ന് നമ്മൾ നോട്ട് ചെയ്തായിരുന്നു. Then DNS servers എന്താണെന്ന് പറഞ്ഞു. What is the use of DNS server എന്ന് ഡിസ്കസ് ചെയ്തു. Then വെബ് ഡിസൈനിങ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് ഡിസൈനിങ്സ് ഏതൊക്കെയാണെന്നും ആ വെബ് ഡിസൈനിങ് 2 ടൈപ്പ് ഓഫ് വെബ് ഡിസൈനിങ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? സ്റ്റാറ്റിക് വെബ് പേജും ഉണ്ടായിരുന്നു, ഡൈനാമിക് വെബ് പേജും ഉണ്ടായിരുന്നു. സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ വി പാസ് ഓൺ ദ നെക്സ്റ്റ് സെക്ഷൻ. സ്ക്രിപ്റ്റ്. ഇനി അതിനകത്തൊരു നെക്സ്റ്റ് സെക്ഷൻ ആണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇനി നമ്മൾ HTML പ്രോഗ്രാമിംഗ് പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ HTML പേജിൻ്റെ ഒപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കണം കുറച്ച് കോഡുകൾ. ഈ നമ്മൾ C++ലെ കോഡൊന്നുമല്ല, അതുപോലെ തന്നെ HTML നമ്മൾ കുറേ സാധനങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതിനെ നമ്മൾ എന്താണ് കോഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ HTML പേജിൻ്റെ ഒപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കോഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സോ സ്ക്രിപ്റ്റ് ആർ ദ പ്രോഗ്രാം കോഡ്സ് റിട്ടേൺ ഇൻസൈഡ് ദ HTML പേജ്. ഓരോ HTML പേജിൻ്റെ ഉള്ളിലും നമ്മൾ എഴുതി കൊടുക്കുന്ന പ്രോഗ്രാം കോഡിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ HTML നമ്മൾ എഴുതി കൊടുക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ C++ എഴുതുന്നത് ജീനി IDEയിലായിരുന്നു എഴുതി കൊടുത്തിരുന്നത് അല്ലേ. അപ്പോൾ HTML നമ്മൾ എഴുതി കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് നോട്ട് പാഡ് യൂസ് ചെയ്യാം. നമ്മുടെ അവിടെ ഉള്ളത് ഉബണ്ടു ആണ്. ഉബണ്ടു അല്ലെങ്കിൽ ലിനക്സിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിലാണ്. ടെക്സ്റ്റ് എഡിറ്ററിലാണ് നമ്മൾ എന്ത് എഴുതി കൊടുക്കുന്നത്? HTML കോഡുകൾ നമ്മൾ എഴുതി കൊടുക്കുന്നത്. സോ അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നത് നമ്മൾ എവിടെ തന്നെയായിരിക്കും? ടെക്സ്റ്റ് എഡിറ്ററിലായിരിക്കും നമ്മളിത് എഴുതി കൊടുക്കുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. അത് ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പറയുകയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, പേൾ, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യണത് ഡൈനാമിക് വെബ് പേജ് തന്നെ ഡൈനാമിക് ആയ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യണത്. ഓക്കെ, ഇനി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും ഉണ്ട്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉണ്ട്. സോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി 2 ടൈപ്സ്. വാട്ട് ആർ ദേ? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇപ്പോൾ കുറേ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമ്മൾ ഇനി പഠിക്കും. അതിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാ സ്ക്രിപ്റ്റ് മാത്രമാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും നമ്മൾ എന്തായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിരിക്കും. അതായത് ക്ലയൻറ്റിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ലാംഗ്വേജ് ആയിരിക്കും ജാവാ സ്ക്രിപ്റ്റ്. സെർവർ അതായത് ഡാറ്റകളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളായിരിക്കും PHP, ASP, JSP എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഈ സ്ക്രിപ്റ്റ് നമ്മൾ എങ്ങനെ എഴുതി കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് എഴുതണം. അതിൻ്റെ കറസ്പോണ്ടിങ് കോഡുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി കൊടുക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ സ്ക്രിപ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് സ്ലാഷ് എന്ന് പറഞ്ഞ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ എവിടെയാണോ നമ്മൾ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ സ്ക്രിപ്റ്റ് എന്ന് എഴുതി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് തീരുന്ന സ്ഥലത്ത് അതൊരു ആംഗിൾ ബ്രാക്കറ്റിൽ സ്ലാഷും കൂടി ഇട്ടിട്ട് വേണം നമ്മളത് എന്ത് ചെയ്യാനായിട്ട്? ക്ലോസ് ചെയ്യാനായിട്ട്. ഇനി സ്ക്രിപ്റ്റിൻ്റെ മെയിനായിട്ട് 2 ടാഗുകളുണ്ട്, 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട് സ്ക്രിപ്റ്റിനകത്ത്. ടൈപ്പും SRC എന്ന് പറയുന്നതാണ് ഇതിൻ്റെ 2 ആട്രിബ്യൂട്ട്സുകൾ എന്ന് പറയുന്നത്. ഞാൻ താഴെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഇപ്പോൾ ജാവാ സ്ക്രിപ്റ്റ് വെച്ചുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു കൊടുക്കും? ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കും. ടൈപ്പ് എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ലാംഗ്വേജ് ആണെന്ന് സ്പെസിഫൈ ചെയ്യാനും SRC എന്ന് വെച്ചാൽ അതിൻ്റെ സോഴ്സ് എന്താണെന്ന് പറയാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്? SRC യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ അതൊക്കെ അതിൻ്റെ കോഡൊക്കെ എഴുതി കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്യണം? അത് ഒരു സ്ലാഷ് ഇട്ട് വേണം ക്ലോസ് ചെയ്യാൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ HTML ടാഗുകളും ഇതുപോലെ ആംഗിൾ ബ്രാക്കറ്റ് ഇട്ട് ഓപ്പൺ ചെയ്യും. അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ സ്ലാഷ് ഇട്ട് ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യും. അത് നമുക്കിനി പഠിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സ്ക്രിപ്റ്റുകളാണ്. സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? HTML പ്രോഗ്രാമിൻ്റെ ഇൻസൈഡിൽ എഴുതുന്ന കുറച്ച് പ്രോഗ്രാം കോഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി കൊടുക്കുന്നത് ടെക്സ്റ്റ് എഡിറ്ററിനകത്താണ് സ്ക്രിപ്റ്റുകൾ നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഏതൊക്കെയാണ്? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും ഉണ്ട്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും ഉണ്ട്. ഇനി ഏതൊക്കെയാണ് ലാംഗ്വേജസ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ മെയിനായിട്ട് 2 ആട്രിബ്യൂട്ട്സുകളാണുള്ളത്. ഏതൊക്കെയാണ്? ടൈപ്പും SRC ആണ് സ്ക്രിപ്റ്റിൻ്റെ 2 ആട്രിബ്യൂട്ട്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമ്മൾ പറയാൻ പോണത്, ഇപ്പം നമ്മൾ പറഞ്ഞു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ മെയിനായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും ഉണ്ട്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും ഉണ്ട്. ഇനി നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ എന്താണെന്നാണ് നെക്സ്റ്റ് പേജിൽ ഞാൻ പറഞ്ഞേക്കുന്നത്. ആ ബോക്സ് അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കണം, ബിക്കോസ് അതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ചിലപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഇത് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്ന സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ കമ്പാരിസണും ഉണ്ടായിരുന്നു, അതും വേണമെങ്കിൽ ചോദിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. ആ പേര് തന്നെ അറിയാം. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്ക്രിപ്റ്റ് നമ്മൾ എവിടെയായിരിക്കും കോപ്പി ചെയ്യണത്? ക്ലയൻറ്റിലായിരിക്കും. സർവർ സൈഡ് എന്ന് പറയുമ്പോൾ എന്തിലായിരിക്കും? സെർവർ ബ്രൗസറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്? അതിൻ്റെ കോഡുകൾ എഴുതി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഈസ് കോപ്പി ടു ദ ക്ലയൻറ്റ് ബ്രൗസർ, ബട്ട് ഇൻ ദ കേസ് ഓഫ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് സ്ക്രിപ്റ്റ് ആർ റിമൈൻസ് ഇൻ ദ വെബ് സെർവർ. മനസ്സിലായി? അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിനകത്ത് സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യണത് ക്ലയൻറ്റ് ബ്രൗസറിലായിരിക്കും. സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യണത് എവിടെയായിരിക്കും? വെബ് സെർവറിലായിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണത് എവിടെയായിരിക്കും? ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി കൊടുക്കുന്ന ഇത് സോഫ്റ്റ്വെയർ ആണ്, സെക്ഷൻ ആണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഡാറ്റാബേസ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിനകത്ത് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണത് എവിടെയായിരിക്കും? ക്ലയൻറ്റ് ബ്രൗസറിലായിരിക്കും. അതേസമയം സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിനകത്ത് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണത് എവിടെയായിരിക്കും? വെബ് പേജ് സെർവറിലായിരിക്കും. എന്നിട്ട് ആ സെർവറിൽ നിന്ന് അത് എങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കും? ക്ലയൻറ്റ് ബ്രൗസറിലേക്ക് അത് റിട്ടേൺ ചെയ്ത് കൊടുക്കും. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദ ക്ലയൻറ്റ് ബ്രൗസർ, ബട്ട് ഇൻ ദ കേസ് ഓഫ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ദ സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദ വെബ് സെർവർ ആൻഡ് ദ വെബ് പേജ് ഈസ് പ്രൊഡ്യൂസ് റിട്ടേൺ ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. സെർവറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് ആർക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കും? ക്ലയൻറ്റിന് റിട്ടേൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് വാലിഡേഷൻ ഓഫ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മളൊരു ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫോമിനകത്ത് ഇപ്പം നമുക്ക് അഡ്രസ്സ് ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, മെയിൽ ID, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഫോൺ നമ്പർ എഴുതുന്ന സമയത്ത് നമ്മൾ അവിടെ കൊണ്ട് എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യണമെന്ന് വെച്ചോ, അപ്പോൾ തന്നെ നമുക്കറിയാം, അപ്പോൾ ഒരു എറർ മെസ്സേജ് പോലെ അവിടെ പറയും, ഇവിടെ ഓൺലി ക്യാരക്ടേഴ്സ് നമ്പേഴ്സ് മാത്രമേ അലോ ചെയ്യുന്നുള്ളൊരു മെസ്സേജ് വേണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. തോന്നുന്ന ഡാറ്റാസ് കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡാറ്റാസ് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യലാണ് എപ്പോഴും എന്തിൽ ചെയ്യുന്നത്? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിൽ ചെയ്യുന്നത്. സോ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ വാലിഡേഷൻ ഓഫ് ഡാറ്റ അറ്റ് ദ ക്ലയൻറ്റ്. അപ്പോൾ സെർവർ സൈഡ് എന്ന് പറയുമ്പോൾ എന്തിനായിരിക്കും? അപ്പോൾ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. സോ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആർ യൂഷ്വലി യൂസ്ഡ് ടു കണക്ട് ടു ഡാറ്റാബേസ് ആൻഡ് റിട്ടേൺ ഡാറ്റ ഫ്രം ദ വെബ് സെർവർ. എന്നിട്ട് വെബ് സെർവറിൽ നിന്ന് ഡാറ്റാസ് റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി യൂസേഴ്സ് ക്യാൻ ബ്ലോക്ക് ദ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. യൂസേഴ്സിന് വേണമെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സെർവർ സൈഡിലുള്ളത് ബ്ലോക്ക് ചെയ്യാൻ ആർക്ക് പറ്റില്ല? യൂസേഴ്സിന് പറ്റില്ല. പക്ഷേ സെർവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലമാണ് സെർവർ. അവിടെ നിന്ന് നമുക്ക് ഡാറ്റാസ് ഒന്നും യൂസറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. The type and version of the web browser affect the working of the client side scripting. അതായത് പലതരം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റുകൾ ബ്രൗസേഴ്സിൽ സപ്പോർട്ട് ചെയ്യും. ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മോസില യൂസ് ചെയ്യാം, ഗൂഗിൾ ക്രോം യൂസ് ചെയ്യാം, അങ്ങനെ പല ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, അങ്ങനെ പലതും യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ടൈപ്പും വെർഷനും മാറുന്ന അനുസരിച്ച് ഇതിൻ്റെ വർക്കിങ്ങും മാറിക്കൊണ്ടിരിക്കും. എന്തിനകത്ത്? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിനകത്ത്. അതേസമയം സെർവറിൽ എന്തും മാറിയാലും ഒരു എഫക്റ്റും അവിടെ ഉണ്ടാവില്ല. The features of the web browser does not affect the working of the server side script. അപ്പോൾ ഇത്രയാണ് ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്തിൽ മാത്രമേ ഉണ്ട്? സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യണത് എവിടെയായിരിക്കും? ക്ലയൻറ്റിലും ആയിരിക്കും. അത് എക്സിക്യൂട്ട് ചെയ്യണത് എവിടെ തന്നെ ആയിരിക്കും? ക്ലയൻറ്റിലായിരിക്കും. സെർവർ സൈഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും വെബ് സെർവറിലായിരിക്കും സ്ക്രിപ്റ്റ് എഴുതുന്നത്. അത് പക്ഷേ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്ത് ഒരു വെബ് പേജ് ആർക്ക് കൊടുക്കും? സെർവറിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് ആർക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കും? ക്ലയൻറ്റിന് റിട്ടേൺ ചെയ്ത് കൊടുക്കും. ഇനി ക്ലയൻറ്റ് സെർവറിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ക്ലയൻറ്റ് സൈഡ് യൂസ് ചെയ്യുന്നത് വാലിഡേഷൻ ഓഫ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. ബട്ട് സെർവർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യണത് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ക്ലയൻറ്റ് സൈഡ് യൂസേഴ്സിന് വേണമെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. പക്ഷേ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസേഴ്സിന് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ടൈപ്പും വെർഷനും മാറുന്ന അനുസരിച്ച് നമുക്ക് വെബ് ബ്രൗസേഴ്സിൻ്റെ വർക്കിംഗ് ക്ലയൻറ്റ് സൈഡിൽ എഫക്റ്റ് ചെയ്യും. പക്ഷേ സെർവർ സൈഡിൽ എന്തൊക്കെ മാറിയാലും അതൊന്നും അഫക്റ്റ് ചെയ്യില്ല. ഇത്രയാണ് ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് പഠിക്കണം എല്ലാവരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണത്
ഇനി ഏതൊക്കെയാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്? സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്താണ് ഇപ്പോൾ പറഞ്ഞത്, ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡും. ഇനി ഏതൊക്കെ ടൈപ്പ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണുള്ളതെന്നാണ് നമ്മൾ അടുത്ത പറയാൻ പോണത്. ജാവാ സ്ക്രിപ്റ്റ് ഉണ്ട്, VB സ്ക്രിപ്റ്റ് ഉണ്ട്, PHP ഉണ്ട്, ASP ഉണ്ട്, JSP ഉണ്ട്. ASP എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് സെർവർ പേജസ് എന്നാണ്. JSP എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവ സെർവർ പേജസ് എന്നാണ്. അപ്പോൾ ഇതിലെ എല്ലാത്തിൻ്റെയും ഷോർട്ട് നോട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം, ബിക്കോസ് എക്സാമിന് ചോദിക്കും ഏതെങ്കിലും. ഇപ്പോൾ റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ജാവാസ്ക്രിപ്റ്റ് എന്നോ ഇല്ലെങ്കിൽ PHPയുടെ എക്സ്പാൻഷൻ എന്തോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. അപ്പോൾ ഏതെങ്കിലും ഷോർട്ട് നോട്ട് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ 2-3 പോയിന്റ്സ് എങ്കിലും പഠിച്ചിട്ടുണ്ടാവണം. ഞാൻ പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആ പോയിന്റ്സ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പോയിന്റ്സ് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. 4 പോയിന്റ്സ് ഉള്ളെങ്കിൽ 4 പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് ആദ്യം തന്നെ ചിലപ്പോൾ ഫില്ലപ്പ് ചോദിക്കാറുണ്ട്, ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് ചോദിക്കും. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് ആകെ ഒരേ ഒരു എക്സാമ്പിൾ ഉള്ള ഏതാ? അത് ജാവാസ്ക്രിപ്റ്റ്. ബാക്കിയെല്ലാം എന്തിലുള്ളതാണ്? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലുള്ളതാണ്. ഈ എല്ലാ ലാംഗ്വേജും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്? ഡൈനാമിക് ആയ വെബ് പേജസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എല്ലാ ലാംഗ്വേജുകളും നമ്മൾ യൂസ് ചെയ്യണത്. അതാണ് ഫസ്റ്റ് പോയിന്റ് തന്നെ പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഈസ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് യൂസ് ടു മേക്ക് വെബ് പേജസ് ഇൻട്രാക്റ്റീവ്. ഓക്കെ, ഇനി ഇത് ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് ബ്രെൻഡൻ ഏക്ക് എന്ന് പറഞ്ഞ പേഴ്സൺ ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. ഇത് എഴുതി കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ, നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിലോ നോട്ട് പാഡിലോ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് എഴുതി കൊടുക്കാൻ പറ്റും? ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ എഴുതി കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഏത് കോഡ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ചെയ്യണം വേണ്ടേ? നമ്മൾ C++ ചെയ്യുന്ന സമയത്ത് സേവ് ചെയ്തപ്പോൾ എന്തായിരുന്നു അതിൻ്റെ എക്സ്റ്റൻഷൻ? .cpp എന്നായിരുന്നു എക്സ്റ്റൻഷൻ. ജാവാസ്ക്രിപ്റ്റ് വെച്ചാണ് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് സേവ് ചെയ്യുമ്പോൾ ഉള്ള എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ .js എന്ന് പറയുന്നതാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. ഇനി ജാവാസ്ക്രിപ്റ്റ് മെയിൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്? വാലിഡേഷൻ ഓഫ് ഫോംസിൻ്റെ വാലിഡേഷൻ നടത്താനായിട്ടാണ്. ക്ലയൻറ്റ് സൈഡിൽ ഫോംസിൻ്റെ വാലിഡേഷൻ നടത്താനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ജാവാസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലയൻറ്റ് സൈഡിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എന്തിനകത്ത് വരും? ജാവാസ്ക്രിപ്റ്റിനകത്തും വരും. ഓക്കെ, ഇനി ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സിമ്പിൾ കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനും വെബ് ആനിമേഷൻസ് ഒക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, ഇനി ഈ ജാവാസ്ക്രിപ്റ്റിനകത്ത് നമ്മളൊരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പേരാണ് അജാക്സ് ടെക്നോളജി എന്ന് പറയുന്നത്. സോ അജാക്സ് ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. അജാക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസേഴ്സ് ഒന്നും കൂടി ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അജാക്സ് ഇംപ്രൂവ്സ് ദ ഇൻട്രാക്ടിവിറ്റി ഓഫ് ദ ബ്രൗസേഴ്സ്. അതിന് വേണ്ടിയിട്ടാണ് ഈ അജാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അജാക്സിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അജാക്സിൻ്റെ ഫുൾ ഫോം. ഈ എക്സ്റ്റെൻഡബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ HTML-നകത്തൊക്കെ നമുക്ക് കുറേ കുറേ ടാഗുകളുണ്ട്, നമ്മൾ ബൈ ഹാർട്ട് ചെയ്താണ് പഠിക്കേണ്ടത്. XML എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പുതിയ കോഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ യൂസേഴ്സ് ടു ക്രിയേറ്റ് ന്യൂ ടാഗ് ഇൻ XML. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് കുറച്ചും കൂടെ അഡ്വാൻസ് ആയ ടെക്നോളജി ആണ് എന്തെന്ന് പറയുന്നത്? ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ജാവാസ്ക്രിപ്റ്റ് ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻട്രാക്റ്റീവ് ആയ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യണത്. ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത പേഴ്സൻ്റെ പേരാണ് ബ്രെൻഡൻ ഐക്ക് എന്ന് പറഞ്ഞ പേഴ്സൺ ഇത് ഡെവലപ്പ് ചെയ്തത്. അതുപോലെ അത് സേവ് ചെയ്യാനുള്ള എക്സ്റ്റൻഷൻ .js. ഈ പോയിന്റ്സ് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി, ഇത് തന്നെ എഴുതിയാൽ ഫുൾ മാർക്കും കിട്ടും. ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്താണ്? .js എന്ന് പറയുന്നതാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വാലിഡേഷൻ ഓഫ് ക്ലയൻറ്റ് സൈഡിലുള്ള വാലിഡേഷൻ ഓഫ് ഫോംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യണത്. ഇനി ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് അജാക്സ് എന്ന് പറഞ്ഞ ടെക്നോളജി. അജാക്സ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് പേജസുകളൊക്കെ കൂടുതലായിട്ടും ബ്രൗസേഴ്സ് കൂടുതൽ ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? അജാക്സ് യൂസ് ചെയ്യണത്. അജാക്സിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അജാക്സിൻ്റെ ഫുൾ ഫോം. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് VB സ്ക്രിപ്റ്റ് ആണ് പറയാൻ പോണത്. VB സ്ക്രിപ്റ്റും എന്താ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. VB സ്ക്രിപ്റ്റ് VB എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഇപ്പം അല്ല പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ലാംഗ്വേജ് ആണ് VB സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ ബേസിക് എന്ന് പറയും. ഈ വിഷ്വൽ ബേസിക് ഡെവലപ്പ് ചെയ്ത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. VB സ്ക്രിപ്റ്റ് രണ്ടായിട്ടും വർക്ക് ചെയ്യും. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ മോസ്റ്റ് കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്? ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്, VB സ്ക്രിപ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, VB സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ടു യൂസ് ഐദർ ആസ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഫോർ മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഓർ ആസ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് വിത്ത് മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് ഫോർമേഷൻ സെർവർ. അപ്പോൾ രണ്ടായിട്ട് ഇത് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണത് എന്തായിട്ടായിരിക്കും? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യണത്.
അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് പറഞ്ഞു, VB സ്ക്രിപ്റ്റ് പറഞ്ഞു. ഇനി അടുത്തതാണ് PHP. PHPയുടെ എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ എന്നാണ് PHPയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇത് എന്ത് ലാംഗ്വേജ്? ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത് PHP എന്ന് പറയുന്നത്. സി, ജാവ അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് PHPയുടെ കോഡുകളും ഒക്കെ എഴുതി കൊടുക്കാൻ പറ്റും. ഇനി PHPയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ടു ഡെവലപ്പ് ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് PHP നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത പേഴ്സൻ്റെ പേരാണ് റാസ്മസ് ലെർഡോഫ് എന്ന് പറഞ്ഞ പേഴ്സണാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. സോ ഇത് മെയിനായിട്ടും ഡാറ്റാബേസ് പ്രോഗ്രാമിങ്ങിനെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ഡാറ്റാസ് സ്റ്റോർ ചെയ്യണം അങ്ങനത്തെ ആപ്ലിക്കേഷൻസുകൾ വരുമ്പോഴാണ് നമ്മൾ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യണത്? PHP എന്ന് പറഞ്ഞ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി PHP ഇൻ്റർപ്രിറ്റർ ഈസ് അവൈലബിൾ. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും PHP അവൈലബിൾ ആയിരിക്കും. ലിനക്സിനകത്താണെങ്കിൽ നമ്മൾ ലാംബ് എന്ന് പറഞ്ഞിട്ടായിരിക്കും യൂസ് ചെയ്യണത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ വാംബ് എന്ന് പറഞ്ഞിട്ടായിരിക്കും PHPയുടെ ഫീച്ചേഴ്സുകളൊക്കെ കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ PHPയെ പറ്റി. അപ്പോൾ PHP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ എന്നാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. സിമിലർ ടു ജാവ, സി, പേൾ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ കോഡിനോട് തന്നെ സിമിലർ ആണ്. അതുപോലെ ഇത് സേവ് ചെയ്യണത് .php എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ഇത് ഡെവലപ്പ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡൈനാമിക് വെബ് പേജസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. ഇത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇത് അവൈലബിൾ ആണ്. ഓക്കെ, മെയിനായിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഡാറ്റാബേസ് പ്രോഗ്രാമിങ്ങിനെയാണ് ഇത് സപ്പോർട്ട് ചെയ്യണത്. ഓക്കെ, ഇനി അടുത്തത് ASP നെ പറയുന്നതാണ് ആക്റ്റീവ് സെർവർ പേജസ് എന്ന് പറയുന്നത്. ആക്റ്റീവ് സെർവർ ഇതും എന്ത് ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് പ്രോഗ്രാമിംഗ് ആണ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത് ASP എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് ആക്റ്റീവ് സെർവർ പേജസ് ഈസ് എ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എൻവയോൺമെന്റ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ക്രിയേറ്റ് ആൻഡ് റൺ ഇന്ററാക്റ്റീവ് ഡൈനാമിക്. എല്ലാം എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഡൈനാമിക് വെബ് പേജസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും യൂസ് ചെയ്യണത്. അതിൽ ASP എന്ന് പറയുന്നത് എന്ത് തന്നെ ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇനി ASP ഫയൽസ് സേവ് ചെയ്യാനുള്ള എക്സ്റ്റൻഷൻ ആണ് .ASP. ആ പേര് തന്നെയാണ്, ഡോട്ട് ഇട്ടിട്ട് ASP എന്ന് എഴുതാം. ഇനി ഇത് യൂസ് ചെയ്യണത് മൈക്രോസോഫ്റ്റ് സെർവർ സോഫ്റ്റ്വെയർസിലും ഇന്റർനെറ്റ് ഫോർമേഷൻ സെർവറിലും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത് ഡാറ്റാബേസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത് ASP എന്ന് പറയുന്നത്. സോ ASP is a server-side scripting environment that can be used for creating interactive dynamic web pages, and the extension of ASP is .ASP, and the files can be executed in Windows operating system. It's a powerful scripting language for storing database applications. Okay. Then next JSP ആണ്. JSP എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവ സെർവർ പേജസ് എന്നാണ് പറയുന്നത്. അതും ഏത് ടൈപ്പാണ്? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് JSP എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ജാവയോട് സിമിലർ ആയിട്ടുള്ളതാണ് JSP എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത് സൺ മൈക്രോസിസ്റ്റം ആണ് ഇത് ഡെവലപ്പ് ചെയ്ത് 1999 ഈ JSP ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ഇതും എന്തിനു വേണ്ടി? ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഇതിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .JSP എന്നാണ്. ഇനി ഇത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പാച്ചി ടോംകാറ്റ് ഒരു വെബ് സെർവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി JSP ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ജാവ 2 പ്ലാറ്റ്ഫോം എൻ്റർപ്രൈസസ് എഡിഷൻ. J2EE എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് എന്തെന്ന് പറയുന്നത് JSP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഏതൊക്കെയായിരുന്നു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്? സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി 2 ടൈപ്സ്: ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അഗെയിൻ ദെൻ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പഠിക്കണം. ദെൻ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, ASP ആൻഡ് JSP. എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സ്. ആകെ ഓൺലി വൺ മാത്രമേ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആയിട്ടുള്ളൂ. വിച്ച് വൺ? ജാവാസ്ക്രിപ്റ്റ് മാത്രമാണ് എന്തെന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതേഴ്സ് എല്ലാം എന്തിൽ വരുന്നതാണ്? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലാണ്. VBനെ നമ്മൾ ബോത്ത് കൺസിഡർ ചെയ്യുമെങ്കിലും മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആയിട്ടാണ് അത് മോസ്റ്റ് കോമൺ ആയിട്ടും യൂസ് ചെയ്യണത്. ഓക്കെ, ഓരോന്നും സേവ് ചെയ്യണ എക്സ്റ്റൻഷൻ ഇതെല്ലാം യൂസ് ചെയ്യണം എന്തിനു വേണ്ടിയിട്ട്? ഡൈനാമിക് വെബ് പേജസുകൾ ക്രിയേറ്റ്. അപ്പോൾ എല്ലാത്തിലും ആ പോയിന്റ് എഴുതാം. ഡൈനാമിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇതെല്ലാം യൂസ് ചെയ്യണത്. പിന്നെ എല്ലാത്തിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ എന്താണെന്ന് എഴുതാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകളാണ്. ഇത് പഠിക്കണം നിങ്ങൾ കേട്ടോ.
ഇനി ലാസ്റ്റ് സെക്ഷൻ ആണ് ഇതിനകത്ത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് വെച്ചാൽ CSS എന്ന് പറയും. അതായത് നമ്മൾ HTML-ന്റെ ഒപ്പം തന്നെ HTML പ്രോഗ്രാമിനെ ഒന്നും കൂടെ അട്രാക്റ്റീവും ഫോർമാറ്റിങ്ങും ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കാസ്കേഡിംഗ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. സോ കാസ്കേഡിംഗ് CSS ഈസ് എ സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് യൂസ് ഫോർ ഡിസ്ക്രൈബിംഗ് ദ ഫോർമാറ്റിംഗ് ഓഫ് എ ഡോക്യുമെന്റ് റിട്ടേൺ. HTML എഴുതിയിരിക്കുന്ന ഡോക്യുമെന്റിന്റെ ഫോർമാറ്റുകളൊക്കെ പറയാൻ, എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടി ഒന്നും കൂടെ അട്രാക്റ്റീവ് ആക്കാനൊക്കെ ആയിരുന്നു നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, CSS ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, യൂസിങ് CSS വി ക്യാൻ കൺട്രോൾ ദ കളർ ഓഫ് ടെക്സ്റ്റിന്റെ കളർ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിന്റെ ഫോണ്ടിന്റെ സ്റ്റൈൽ മാറ്റാൻ പറ്റും, പാരഗ്രാഫിന്റെ സ്പേസ്, അങ്ങനെയുള്ള കുറച്ചും കൂടെ ഫോർമാറ്റിംഗ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, CSS യൂസ് ചെയ്യാൻ പറ്റുന്നത്. CSS മെയിൻലി 3 വേസിലാണ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ഇൻലൈൻ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം, എംബഡഡ് ആയിട്ട് യൂസ് ചെയ്യാം, ലിങ്ക്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഇൻലൈൻ ആയിട്ട് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ HTML-ന്റെ ഒപ്പം തന്നെ HTML-ന്റെ പ്രോഗ്രാം എഴുതുന്നതിന്റെ ബോഡി പാർട്ടിൽ തന്നെ യൂസ് ചെയ്യണതിനാണ് എന്തെന്ന് പറയുന്നത്, ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. CSS കോഡ് ഇൻസേർട്ടഡ് ഇൻ ദ ബോഡി പാർട്ട് ഓഫ് ദ വെബ് പേജ്. ഇനി എംബഡഡ് CSS എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും യൂസ് ചെയ്യാം. ദ കോഡ്സ് ആർ പ്ലേസ് വിതിൻ ദ പാർട്ട് ഓഫ് ദ വെബ് പേജ്. വെബ് പേജിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യണതാണ് എംബഡഡ് CSS എന്ന് പറയുന്നത്. ഇനി ലിങ്ക്ഡ് CSS എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫയലായിട്ടായിരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യണത്. എക്സ്റ്റേണൽ ഫയലായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും .css എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റൻഷനിലായിരിക്കും നമ്മളിത് സേവ് ചെയ്യണത്. അത്ര വലിയ ഇതൊന്നും പഠിക്കേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതായത് HTML-ന്റെ ഡോക്യുമെന്റ് കുറച്ചും കൂടെ ഫോർമാറ്റിംഗ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, CSS യൂസ് ചെയ്യണത്. CSS മെയിനായിട്ട് 3 വേസ് ഉണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യണത് 3 വേസ് ഉണ്ട്. ഇൻലൈൻ വേ ഉണ്ട്, എംബഡഡ് ഉണ്ട്, അതുപോലെ ലിങ്ക്ഡ് ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ക്രിപ്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, സ്ക്രിപ്റ്റിന്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെയിൻലി സ്ക്രിപ്റ്റ് ക്യാൻ ബി മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്. വാട്ട് ആർ ദേ? Client side scripting and server side scripting. And the comparison between client and server side scripting നമ്മൾ ഡിസ്കസ് ചെയ്തു, മസ്റ്റ് ആയിട്ട് അത് പഠിക്കണം. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആയിരുന്നു. ജാവാ സ്ക്രിപ്റ്റ് എന്താണ്, VB സ്ക്രിപ്റ്റ് എന്താണ്, PHP എന്താണ്, JSP എന്താണ്, ASP എന്താണ്, അത്രയും ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്താണെന്നും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. സോ ഇതോടുകൂടെ നമ്മുടെ 4th ചാപ്റ്ററിൻ്റെ ഹാഫ് പോർഷൻ തീർന്നു. തിയറി പോർഷൻ ആയിട്ടുള്ളത് കഴിഞ്ഞു. അപ്പോൾ കോമൺ ആയിട്ടുള്ള വെബും വെബിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഓൺ വെബും വെബ് സെർവർ അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ക്രിപ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഹാഫ് പോർഷനിൽ കഴിഞ്ഞത്. ഓക്കെ, ഇനിയുള്ള ഹാഫ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ളൊരു ഹാഫ് പോർഷൻ തൊട്ട് ഒരു അടുത്ത ചാപ്റ്ററും കൂടെ നിങ്ങൾ ഇനി പഠിക്കാൻ പോകണം. നമ്മുടെ പുതിയ HTML പ്രോഗ്രാമിംഗ് ആണ് പഠിക്കാൻ പോണത്. C++ പോലെയല്ല, കുറച്ചും കൂടി ഈസിയാണ് എന്തെന്ന് പറയുന്നത് HTML. വെബ് പേജുകളായിരിക്കും ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വെക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് എന്ത് HTML എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളൊക്കെ പഠിക്കാൻ പോണത് കുറേ കമാൻഡ്സുകളാണ്. കമാൻഡ് എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പ്രോഗ്രാം എഴുതാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ ലാബിലായാൽ പോലും ഒരു 5-6 പ്രോഗ്രാമുകളെ നമുക്കുള്ളൂ. C++ 10 ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരു 5-6 എണ്ണേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് HTML എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് HTML-ന്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ പഠിപ്പിച്ച് ഈ 4th ചാപ്റ്ററിൽ ഇവിടം വരെ ഉള്ളതിൽ ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഒന്നില്ലെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കുക, ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെങ്കിലും ചോദിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് HTML പഠിക്കണം. HTML-ന്റെ ടാഗുകളൊക്കെ ബൈ ഹാർട്ട് ചെയ്യുക. പ്രോഗ്രാം എഴുതാൻ വളരെ സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു.